തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയും അതുപോലെ തന്നെ എംജിആറിന്റെയും മകളാണെന്ന് ഉന്നയിച്ച് തൃശൂർ സ്വദേശി സുനിത സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അവർ ഒരു കത്തും ചീഫ് ജസ്റ്റിസിന് നൽകിയിട്ടുണ്ട്. ഈ ജയലളിതയുടെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട്. അതിനെ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകളാണ് ഈ കത്തിലുള്ളത്. എന്തൊക്കെയാണ് ഈ ദുരൂഹതകൾ നിങ്ങൾ ഉന്നയിക്കുന്നത്? എൻ്റെ അമ്മേനെ കൊന്നതാണ് ശശികലയും മന്നാർക്കുടി മാഫിയും കൂടി. നിങ്ങൾ നേരിട്ട് കണ്ട എന്താ സംഭവിച്ചത്? എന്താ? ഞാൻ അന്ന് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ 2016 സെപ്റ്റംബർ 22 ഞാൻ പോയസ് ഗാർഡനിൽ വീട്ടിലെത്തുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു കിടക്കണ മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓളിയിടാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വായ ഒന്ന് പൊത്തി സീപ്പർ. അങ്ങനെ എന്നോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. അപ്പം അമ്മയുടെ കൂടെ അവിടെ അമ്മയുടെ ബോഡി ഗാർഡ്സും കുറച്ച് പേര് നിന്നിരുന്നു. പക്ഷെ ഇവരെന്നെ കണ്ടില്ല. എല്ലാവരും അമ്മയുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. അമ്മ താഴെ കിടക്കണം. അമ്മയുടെ മുഖത്ത് കാലുകൊണ്ട് ശശികല ആൻറ്റി ഒന്ന് ചവിട്ടുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. എത്ര കാലമായി നിങ്ങൾ കേരളത്തിൽ നിന്ന് താമസിക്കുന്നു? കേരളത്തിൽ ഞാൻ ഒരുപാട് വർഷമായി. ജയലളിതയുടെ മകളാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കേരളത്തിലേക്ക് എങ്ങനെ പോകുന്നത്? അതായത് കേരളത്തിലേക്കാണ്. ഞാൻ തമിഴ്നാട്ടിലേക്കല്ല പോയിരുന്നത്. അതല്ല, അതിനുശേഷം ജനിക്കുന്നത് എവിടെയാണ്? ജനിച്ചത് ഞാൻ MGR ആണ്. MGRന്റെ വീട്ടിൽ നിന്നിരുന്ന സർവൻ്റാണ് മാധവൻ, എൻ്റെ വളർത്തച്ഛൻ. ആള് മൂവാന്തരാണ് ഞാൻ കേരളത്തിലെത്തുന്നത്. അത് 2 മാസം പ്രായമുള്ളപ്പോഴാണ് കൊണ്ടാണ് ഞാൻ എത്തുന്നത്. തൃശ്ശൂരിൽ എവിടെയായിരുന്നു സ്ഥിരതാമസം ഉണ്ടായിരുന്നു? സ്ഥിരതാമസം കാട്ടൂർ. ഇതിനു മുൻപ് ഒരിക്കലും ഏകദേശം 8-9 കൊല്ലമായി ഇതിനു മുൻപൊന്നും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല. എന്താണ് അതിന് കാരണം? എന്നെ പേടിച്ചിട്ടാണ്. പേടിച്ചിട്ട് സാറേ. എന്ന് വെച്ചെങ്കിൽ എൻ്റെ അമ്മ മുഖ്യമന്ത്രി ആയിരിക്കും കൊല്ലപ്പെട്ടത്. അമ്മേനെ കൊന്ന ഒരാൾക്ക് സാധാരണക്കാരെ എന്ത് ചെയ്യാം? നിങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ജയലളിത. പക്ഷേ അപ്പോഴും പിന്നീട് നിങ്ങൾക്കെതിരെ ഒരു നീക്കമോ ഒരു വധഭീഷണിയോ അല്ലെങ്കിൽ ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഒളിവിൽ നമ്മൾ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും കൊല്ലം ഒളിവിലായിരുന്നു? ഒളിവിലായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകാനായിട്ടുള്ള കാരണം? ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകാൻ കാരണം ഞാൻ HRDSന്റെ സ്വാമിജിയെ കാണാൻ വന്നതാണ്. സ്വാമിജി അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. എൻ്റെ അമ്മനെ കൊല്ലണ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ട് പിന്നെ നമുക്ക് പകരം ഓരോരുത്തരും ഇങ്ങനെ വരികയാണല്ലോ. അങ്ങനെ ഞാൻ സ്വാമിജിനെ കാണാൻ വന്നപ്പോൾ കണ്ടില്ല. സെക്രട്ടറിനെ കണ്ടത് അജികൃഷ്ണ സാറിനെ കണ്ടു. ആളാണ് എനിക്ക് എൻ്റെ മോട്ടിവേഷൻ തന്നത്. എന്നോട് പറഞ്ഞു, ഒരു മകൾ എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മൂടി വെച്ചു? ഇത് സമൂഹത്തോട് വിളിച്ചു പറയണം. പിന്നെ പ്രധാനമന്ത്രി മോദി സാറ് എൻ്റെ അമ്മയുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മോദിജി എനിക്ക് നീതി മേടിച്ചു തരും. ആരൊക്കെയാണ് ഉത്തരവാദികൾ പറഞ്ഞത് ഈ മരണത്തിൽ? അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശശികല, മന്നാർകുടി മാഫിയ. തമിഴ്നാട് മുഖ്യമന്ത്രിയെ പരാതി നൽകാനായിട്ട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു സ്റ്റാലിന്. DMK സർക്കാരാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇല്ല, ശ്രമിച്ചിട്ടില്ല. അതും ഭയമാണോ? ഭയമാണ്. നാട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ വളർത്തച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചു. അപ്പോൾ നാട്ടിൽ മറ്റുള്ളവർക്ക് താങ്കൾ ഈ ജയലളിതയും MGRന്റെയും മകളാണെന്നുള്ള കാര്യം അറിയുമോ? അതറിയില്ല. പക്ഷേ ഞാൻ എന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അറിയില്ല. അവർക്കറിയാം. ജയലളിതയ്ക്കും അറിയായിരുന്നു നിങ്ങൾ മകളാണെന്നുള്ള കേസ്? അതെ. 18 വയസ്സിൽ അമ്മ എന്നെ തിരിച്ചറിഞ്ഞാണ്. ഞാൻ അമ്മേനെ പോയി കാണാറുണ്ട്. അമ്മ എനിക്ക് സഹായങ്ങൾ ചെയ്തു തരാറുണ്ട്. നിരന്തരമായിട്ട് ഇങ്ങനെ തമിഴ്നാട് പോകാറും അവിടെ കാണാറുണ്ട്. MGRനെ പിന്നീട് എപ്പോഴും കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കാണാൻ സാധിക്കുകയോ? എനിക്ക് ഞാൻ ചെറുപ്പത്തിലായിരിക്കും അച്ഛൻ മരിച്ചത്. 2.5 വയസ്സ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ കാണാൻ സാധിച്ചിട്ടൊന്നുമില്ല? ഇല്ല, എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല. അവസാനമായിട്ട് ജയലളിതയെ കാണുന്നത് ഈ മരണം നടന്ന 2016 സെപ്റ്റംബർ 22 കാലത്ത് ഒരു 8 മണിയായിട്ടുണ്ട്. താങ്കൾ പരാതിയിൽ പറഞ്ഞ താങ്കളെ അന്ന് വിളിച്ച് മകളാണെന്ന് അതായത് അമ്മ എന്നോട് വരാൻ പറഞ്ഞ പ്രകാരമാണ് വന്നത്. അമ്മ എന്നോട് പറഞ്ഞു, അങ്ങോട്ട് വന്നിട്ട് നമുക്കൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് മകളാണെന്ന് വെളിപ്പെടുത്താം. അപ്പോൾ അതായിരിക്കും ഈ മരണത്തിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കത്ത് എന്നതിലുപരി നിയമ നടപടിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു കേസ് നൽകുന്ന നിയമ നടപടിയായി ഞാൻ എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കോപ്പി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രാഷ്ട്രപതിക്കാണുള്ളത്. അവരെ കാണാൻ നീക്കം നടക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. കാണാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ നിയമ നടപടിയുമായി നീങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലേ? അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സുനിത വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടോത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.